ഹായ്, ഞാൻ ജെറി. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഫെറോബിൽ ഓൾ ഇൻ വൺ ബിസിനസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പ്രിന്റിംഗ്, സൈനേജ്, പാക്കേജിംഗ്, മീഡിയ ഏജൻസി പോലുള്ള ഇൻഡസ്ട്രികൾക്ക് ഇത്ര സ്പെഷ്യൽ ആണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ERP സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ? അതായത് ഒരു സോഫ്റ്റ്വെയറിൽ കൂടെ തന്നെ ഒരു ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റികളും ഡിജിറ്റലൈസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിപ്പോർട്ട്സ് തരുന്ന ഒരു സിസ്റ്റമാണ് ERP സോഫ്റ്റ്വെയർ. നമ്മുടെ ഫെറോബിലും ഇതുപോലെ തന്നെയുള്ള കംപ്ലീറ്റ് ബിസിനസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. പ്രിന്റിംഗ്, സൈനേജ്, പാക്കേജിംഗ്, മീഡിയ ഏജൻസി അതുപോലത്തെ ഇൻഡസ്ട്രികളിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീൽഡ് സ്റ്റഡി നടത്തി ഈ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെ പ്രോബ്ലംസ് റെക്കഗ്നൈസ് ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കാരണം നമ്മുടെ പ്രോഫിറ്റബിലിറ്റി മിനിമം ഒരു 15% കൂട്ടാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ മാനുവൽ ഓപ്പറേഷൻസ് അറ്റ്ലീസ്റ്റ് 60% കുറയ്ക്കാൻ പറ്റും. ഇത് കാരണം നമ്മുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂടും. പിന്നെ നമ്മുടെ മാനേജ്മെന്റ് ടീം അല്ലെങ്കിൽ ഒരു ഓണറിന് ബിസിനസ്സിൽ ഒരു കൺട്രോൾ കിട്ടും. നമ്മുടെ ബിസിനസ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, നാളെ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ ആൻസർ ഇതുപോലത്തെ ഒരു സിസ്റ്റം നമുക്ക് തരും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഫെറോബിൽ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കസ്റ്റമർ നമുക്കൊരു ഓർഡർ തരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജസിൽ കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഓരോ സ്റ്റേജസിലും വരുന്ന കോസ്റ്റ്, നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ആകാം, അതല്ലെങ്കിൽ ഇന്റേണൽ ചാർജസ് ആകാം, ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഫൈനൽ കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്നിടം വരെയുള്ള എല്ലാ സ്റ്റേജസും ഓട്ടോമേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരും. ഇതിനാണ് നമ്മൾ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതുപോലുള്ള വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ സിസ്റ്റം നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാരണം നമുക്കിനി ഒരു വർക്ക് പോലും മിസ്സാകത്തില്ല. ഇനി ഡിലേഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകത്തില്ല. അത് കാരണം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടും, പുതിയ കസ്റ്റമറിനെ അക്യൂർ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ ടീം മെമ്പറും എത്ര ടൈം ഓരോ വർക്കിന് യൂട്ടിലൈസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്, ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തോരം വേസ്റ്റേജ് വന്നു, എത്ര മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തു, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റ്. പിന്നെ നമ്മുടെ ടാക്സേഷൻ, ഇന്ത്യ വരുമ്പോൾ GST ആണ്, മിഡിൽ ഈസ്റ്റ് വരുമ്പോൾ വാട്ട് സിസ്റ്റം. പിന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ്. പിന്നെ പേറോൾ പോലത്തെ HR മാനേജ്മെന്റ്. പിന്നെ പുതിയ കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടി CRM മൊഡ്യൂൾ. എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ മാത്രമുള്ള മൊഡ്യൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫെറോബിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിലും ആക്സസിബിൾ ആണ്, മൊബൈലിലും ആക്സസിബിൾ ആണ്. ഇത് നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് ബെസ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിന്റെ അഷർ എന്ന് പറയുന്ന ക്ലൗഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ പ്രിമിസസിൽ ഡേറ്റ സെറ്റ് ചെയ്ത് തരും. ഈ രണ്ട് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങളുടെ ഡേറ്റ സൂപ്പർ സെക്യൂർഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ പർച്ചേസ് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 ദിവസത്തെ ട്രെയിനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കാണും, ചിലപ്പോൾ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് ആയിരിക്കാം, അതിലെ സോഫ്റ്റ്വെയർസ് ഒന്നും ഉപയോഗിക്കുന്നത് കാണത്തില്ല. ഇതിൽ നിന്നൊക്കെ ഡേറ്റ നമ്മുടെ ഫെറോബിലേക്ക് ഡേറ്റ മൈഗ്രേഷൻ ചെയ്യുന്നതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ടീം മെമ്പേഴ്സിനും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ 15 ദിവസം ഇവർ സോഫ്റ്റ്വെയർ പ്രാക്ടീസ് ചെയ്ത് ഓൺ ദ 16th ഡേ ഫെറോബിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അവൈലബിൾ ആയിരിക്കും, നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ടുള്ളത്. അത് ലാംഗ്വേജ് മലയാളമാകാം, തമിഴാകാം, ഹിന്ദി ആകാം, ഇംഗ്ലീഷ് ആകാം, അല്ലെ അറബിക് ആകാം. പിന്നെ നമുക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരു FAQ മൊഡ്യൂൾ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ ആ FAQ മൊഡ്യൂൾ ആക്സസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു കസ്റ്റമർ സപ്പോർട്ട് സെന്റർ ഉണ്ട്. ആ സപ്പോർട്ട് നമുക്ക് ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ വരെ ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാറ്റ് സിസ്റ്റം വരെയും ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഓൺ കോൾ സിസ്റ്റവും ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ തീരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരു ഓൺലൈൻ ഇന്ററാക്റ്റീവ് ലൈവ് ഡെമോ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളത് നമ്മുടെ എഞ്ചിനീയേഴ്സ് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഓൺലൈൻ ഡെമോ ബുക്ക് ചെയ്യാൻ വേണ്ടി 9459451177 എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.